അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ദ ഹിഡൻ ഫ്രീക്വൻസീസ് ഓഫ് ലൈഫ് എന്ന വിഷയത്തിൽ ഫസ്റ്റ് ഒരു വീഡിയോ ഇറക്കിയിരുന്നു. ഇന്ന് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് കാണുന്ന ആളുകൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം കാണുക. അപ്പോഴിതിൻ്റെ ഒരു ശരിയായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണുക. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ സ്പിരിറ്റ് ആൻഡ് അൺകോൺഷ്യസ്നെസ്, പേഴ്സണ ആൻഡ് കളക്റ്റീവ്, ഇറ്റ്സ് എനർജി, നൂർ, പ്രാണ, ജ്യോതി, ലൈഫ് ഫോഴ്സ്, കീ, ചി പോലുള്ള സംഗതി. വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ദിസ് എനർജി? ഇതിൻ്റെ സോഴ്സ് എന്താണ് എന്നതാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ് ഈ ലൈഫ് ഫോഴ്സ്, ലൈഫ്, ജീവൻ അല്ലെങ്കിൽ ജീവൻ്റെ പ്രകാശം, ആത്മാവിൻ്റെ പ്രകാശം, പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ദ അൻവാറുൽ ഹയാത്ത്, ജീവൽ പ്രകാശം എന്ന അറബിയിൽ പറയുന്ന എന്താണ് ഈ സാധനം? ഇനി അതെന്താണ് എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ പറഞ്ഞു, അത് മെറ്റാഫിസിക്സിലൂടെ നമ്മൾ സഞ്ചരിച്ചു. അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എവിടെ നിന്നാണ് അത് വരുന്നത് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഈ വാട്ട് ഈസ് ദ ഈ പ്രകാശം ഇതെങ്ങനെയാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്? അതിൻ്റെ ഒരു വീക്ഷണം, ആത്മാവിൽ നിന്ന് ഈ ആത്മാവിൻ്റെ പ്രകാശം ശരീരത്തിൻ്റെ പുറത്തേക്ക് പ്രവഹിക്കുന്ന അതാണ് ഈ നൂറ് എന്ന് പറയുന്നത്. ആത്മാവിൽ നിന്ന് ശരീരത്തിലേക്കും ശരീരത്തിൻ്റെ പുറത്തേക്കും പ്രവഹിക്കുന്ന, റേഡിയേറ്റ് ചെയ്യുന്ന, വൈബ്രേറ്റ് ചെയ്യുന്ന ആ എനർജി, അതാണ് ഈ ലൈഫ് ഫോഴ്സ്, ജീവൽ പ്രകാശം എന്ന് പറയുന്നത്. അത് ഇസ്ലാമികമായ പണ്ഡിതന്മാർ ശരിക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ആത്മാവിലുള്ള സൽഗുണങ്ങളുടെയും അറിവുകളുടെയും സൽഗുണങ്ങളുടെയും കഴിവുകളുടെയും പ്രകാശമാണെന്ന്. ആത്മാവിലെ അറിവുകളുടെയും കഴിവുകളുടെയും ഗുണങ്ങളുടെയും പ്രകാശമാണ്. അറിവ് കൂടുന്നതിനനുസരിച്ച്, അതുപോലെ ഗുണങ്ങൾ കൂടുന്നതിനനുസരിച്ച്, അതുപോലെ കഴിവുകൾ കൂടുന്നതിനനുസരിച്ച്, കഴിവുകൾ കൂട്ടുന്നതിനനുസരിച്ച് ഈ പ്രകാശം കൂടിക്കൊണ്ടിരിക്കും. അപ്പം അറിവ് കുറവും ഗുണങ്ങളും അതുപോലെ കഴിവുകളും കൂടുതലുമാണെങ്കിൽ അത്ര പ്രകാശം ഉണ്ടായിക്കൊള്ളുന്നില്ല. അറിവാണ് ഗുണങ്ങൾക്കും കഴിവുകൾക്കും ശക്തി നൽകുന്നത്. അതുകൊണ്ട് ഏറ്റവും അൾട്ടിമേറ്റ് സോഴ്സ് പ്രകാശത്തിൻ്റെ, ആത്മാവിൻ്റെ പ്രകാശത്തിൻ്റെ, ഈമാനിൻ്റെ പ്രകാശം എന്നൊക്കെ പറയുന്ന അതിൻ്റെ ബേസിക് സോഴ്സ് അറിവാണ്. കാരണം നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു, ക്വാണ്ടം ഫീൽഡിൽ എന്താണ് ഇൻഫർമേഷൻസ്, ആ ഇൻഫർമേഷൻസിൽ ഉണ്ടാകുന്ന ഗുണങ്ങളും കഴിവുകളും സാധ്യതകളും അവസരങ്ങളുമാണ് പിന്നെ നമ്മുടെ ലൈഫിൽ വരുന്നത്. അതുകൊണ്ട് അറിവാണ് ബേസ്. ആത്മാവിൻ്റെ പ്രകാശം അതെന്താണ്? അറിവാണ്. ഇതാണ് ആത്മാവിൻ്റെ ഭക്ഷണം, അറിവാണ്. പ്ലാറ്റോ പറഞ്ഞത് കണ്ടില്ലേ? യെസ്. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ ഉള്ളറകളിലേക്ക് പോകുന്ന രീതി, ഈ ആത്മാവിൻ്റെ ഉള്ളറയിലേക്ക് പോകുന്നത് പണ്ട് മുതലേ സ്കോളേഴ്സ് ചെയ്തിട്ടുണ്ട്. ഹിജറ 300കളിൽ മരിച്ച ഹാക്കിമ തിർമിദി, അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിച്ചത് പിന്നെ ഉള്ളറകൾ ഉണ്ടാകുന്ന രീതിയിലാണ്. ഒന്നിന് പിന്നിൽ മറ്റൊന്ന് ഉണ്ടാകുന്ന രീതിയിൽ ഉള്ളറകളാകുന്ന രീതിയിലാണ്. അദ്ദേഹം എക്സാമ്പിൾ കൊടുത്തത് ഹൗലുൽ മക്ക പ്രദേശം, മക്ക ഏരിയ, അതിനകത്ത് മക്കയുടെ ബൗണ്ടറി, അതിനകത്ത് മസ്ജിദുൽ ഹറം എന്ന് പറയുന്ന പള്ളി, അതിനകത്ത് തവാഫ് ചെയ്യുന്ന ഏരിയ, അതിനകത്ത് കഅബ. അപ്പോൾ വലിയൊരു വൃത്തം, ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്നാകുന്ന രീതി. അദ്ദേഹം മറ്റൊരു എക്സാമ്പിൾ കൊടുത്തത്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്, കണ്ണ് എന്ന് പറയുമ്പോൾ മൊത്തം ഈ ഭാഗം, അതിനകത്ത് ഒരു കുഴി, അതിനകത്ത് ഒരു റൗണ്ടായിട്ടുള്ള കണ്ണിൻ്റെ പിന്നെ എന്താ പറയുക ഇമകൾ അല്ലേ, അതിനകത്ത് ഒരു വെള്ള കണ്ണ്, അതിനകത്ത് ഒരു കറുപ്പ്, അതിനകത്ത് 2-3 വൃത്തങ്ങൾ കാണാം. ഇതാണ് അദ്ദേഹം കൊടുത്ത എക്സാമ്പിൾ. അതുപോലെ കടലയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കടല, അതിൻ്റെ പുറന്തോട്, അതിൻ്റെ ഉള്ളിലൊരു തോട്, പിന്നെ ഇതിൻ്റെ കടലമണി, അതിനകത്ത് ആ കടലമണിയുടെ മേലൊരു തോട്, ഒരു പാട, പിന്നെ അതിനകത്ത് ഒരു പിന്നെ പൊള്ളയായ ഭാഗം, അതിനകത്ത് ചെറിയൊരു കാമ്പ്. ഇതേമാതിരി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിശദീകരിച്ചത് ഈ നാളികേരം അതുപോലെ ജാതിക്ക പോലുള്ള വസ്തുക്കളെ ഒന്നിനുള്ളിൽ
നാളികേരത്തിന്റെ പുറം ഭാഗം, പിന്നെ ചകിരി, പിന്നെ ചിരട്ട, പിന്നെ നാളികേരം, പിന്നെ വെള്ളം. അതുപോലെ ജാതിക്ക പോലുള്ളത്, അതിനാണ് ഷെയ്ഖ്. അപ്പോൾ ഉള്ളറകളായിട്ട് ഹൃദയത്തിന്റെ ഉള്ളറകളെ കുറിച്ച് പിന്നെ പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ ധാരാളം അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആധുനിക കാലത്ത് ഇസ്ലാമിക് സൈക്കോളജിയിൽ അഗ്രഗണ്യനായ ഡോക്ടർ ബിലാൽ ഫിലിപ്പും അതുപോലെ ഡോക്ടർ ഹുസൈൻ റഷീദുമെല്ലാം ഇങ്ങനെ ആത്മാവിൻ്റെ ഉള്ളറകളെ കുറിച്ച് പഠിച്ച് അക്കല്, കൽബ്, നഫ്സ്, ജസദ്, ഇറാദ, പിന്നെ അങ്ങനെ പല രീതിയിലുള്ള ചിത്രീകരണങ്ങളും ഡയഗ്രാം വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഇത് പൂർവികരായിട്ട് പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട്. അവരുടെ പുസ്തകങ്ങളിൽ കാണാം, ആധുനികരായിട്ടുള്ള പണ്ഡിതന്മാരുടെ പുസ്തകത്തിൽ കാണാം. അത് ഇതിനെ കുറച്ചും കൂടിയും എല്ലാ പിന്നെ രീതിയും കൂടെ സൈക്കോളജി, ഇസ്ലാമിക് സൈക്കോളജി, മോഡേൺ സൈക്കോളജി, മെറ്റാ സൈക്കോളജി, പാരാസൈക്കോളജിയും എല്ലാം കൂടെ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതാണ് ഞാൻ അവലംബിക്കാറുള്ളത്. അതിൽ ഈ പറഞ്ഞ ഹക്കീമ തിർമിയുടേത് ഉൾപ്പെടും, ഇബ്നു തൈമിയ്യയുടേത് ഉൾപ്പെടും, ഡോക്ടർ ബിലാൽ ഫിലിപ്പിന്റെ ഉൾപ്പെടും, പാരാസൈക്കോളജി ഉൾപ്പെടും, എല്ലാം പറ്റുന്ന രീതിയിൽ. അതേസമയത്ത് ഈ ഉള്ളറകൾ ഒന്നിന് പുറകെ ഒന്നാവുന്ന രീതിയിൽ ഉള്ളത്. ഇതാണ് ഞാൻ അവലംബിക്കാറുള്ള മോഡൽ. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അതിൽ എൻ്റെ ലൈഫ് കോച്ചിങ്ങിന് ചേർന്നവർക്ക് അറിയാം, ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആത്മാവിൻ്റെ ഉള്ളറകളെ കുറിച്ച് പഠിക്കുന്ന ഒരു സംസ്കാരം പണ്ട് മുതലേ ഉണ്ട്. അത് ഇതിങ്ങനെ പഠിച്ച ഹൈന്ദവപരമായ പഠിച്ച ഒരു സംഗതിയാണ് അവർ ചക്ര എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ആത്മാവിൻ്റെ ചക്ര എന്ന അതിൻ്റെ സ്പിരിച്വൽ സൈഡ് ഒന്ന്, ക്രിയേറ്റീവ് സൈഡ്, അതുപോലെ പിന്നെ എമോഷണൽ വേറൊന്ന്, കമ്മ്യൂണിക്കേഷൻ വേറൊന്ന്, ഇൻഡ്യൂഷൻ തേർഡ് എന്ന് പറയുന്ന പിന്നെ ഔട്ടർ പ്രപഞ്ചമായിട്ടുണ്ട്, സൈക്കിക് ഇൻഡ്യൂഷൻസുമായിട്ട് വേറെ ഒന്ന്, ക്രൗൺ ചക്ര എന്ന് പറയുന്ന ദൈവികമായ കണക്ഷൻസ് വേറൊന്ന്. അപ്പോൾ ഈ ആത്മാവിൻ്റെ ഉള്ളറകളെ കുറിച്ച് പഠിച്ച ഒരു രീതിയാണ് ചക്ര. ഇപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിച്ചു എന്തിന്, ഉലൂമുൻ നഫ്സ്. ഉലൂമുൻ നഫ്സ് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള അറിവുകൾ. അഖല്, ഖൽബ്, നഫ്സ്, ജസദ്, ഇറാദ, ഹിഫ്ള്, ദിക്ർ, ഫിക്ർ, ഇങ്ങനെ ഉള്ളറകൾ. പിന്നെ സിറ്, അഖ്ഫ, ഇങ്ങനെ ഒരുപാട് പല ഘട്ടത്തിലും അങ്ങനെ പിന്നെ 7ഓളം രീതിയിൽ ചക്ര എന്ന് വിശദീകരിച്ചിട്ടുണ്ട്, 12ഓളം ഉണ്ട്, 11ഓളം ഉണ്ട്, 30ഓളം ചക്ര വിശദീകരിച്ച ആളുകളുണ്ട്. അപ്പോൾ എല്ലാ സംസ്കാരങ്ങളിലും ഈ ആത്മാവിൻ്റെ ഉള്ളറകളെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ പ്രകാശത്തിൻ്റെ പ്രഭാവലയം മനസ്സിലാക്കിക്കൊണ്ടും അതിൻ്റെ എഫക്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രകാശത്തിൻ്റെ നൂറിനെ വ്യത്യസ്ത തലത്തിൽ പഠിച്ച ആളുകളുണ്ട്. അതിനാണ് ഈ ഓറ എന്ന് വിളിക്കാറുള്ളത്. ദ എനർജി ഫീൽഡ് സറൗണ്ടിങ് ദ ബോഡി. ബോഡിയിൽ ഞാൻ പറഞ്ഞില്ലേ, ബോഡിയുടെ പുറത്തേക്കും ഇതിൻ്റെ പ്രകാശം പോകുന്നുള്ളത്. അതിനെക്കുറിച്ച് പഠിക്കുന്നത് അതാണ് ഓറ എന്ന് നിങ്ങൾ കേൾക്കാറുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഫിസിക്കൽ വൈറ്റാലിറ്റി, ആ പ്രകാശം ഇതിൻ്റെ തോതനുസരിച്ച് ഓറ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ ഈ പ്രകാശം, അതുപോലെ ഔട്ടർ പുറത്തുനിന്നുണ്ടാകുന്ന പോസിറ്റീവ് എനർജി അല്ലേ, നമ്മൾ ലൈഫ് കോച്ചിങ് പഠിച്ചവർക്കറിയാം. ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ലൈഫ് ഫോഴ്സ്, ആത്മാവിൻ്റെ ഈ ആത്മീയ പ്രകാശം പുറം ലോകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നൊക്കെ ഇതിനെ നമ്മൾ എങ്ങനെ കരസ്ഥമാക്കാം, നമുക്ക് എങ്ങനെ അത് കൂടുതൽ കിട്ടും അല്ലേ, ഇതൊക്കെ പ്രവാചകന്റെ ഹദീസ് വെച്ചിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. 3 സംഗതി നമ്മൾ മരിച്ചുപോയാൽ ഉപകാരപ്പെടും എന്ന് പറഞ്ഞ ഹദീസ് വെച്ചിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ പുറം ലോകത്ത് നിന്ന് ഇത്തരം സംഗതികളെ നമ്മൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് വിശദീകരിച്ചതാണ് മെറേഡിയൻസ്. ചൈനീസ് ട്രഡീഷനിൽ അവർ വിശദീകരിക്കുന്നതാണ്. ആൻഷ്യന്റ് ചൈനീസിലാണ് എന്ത് ചെയ്തത്, അവർ മെറേഡിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ മെറേഡിയൻസ് ആണ് ഈ അക്യുപഞ്ചറിന്റെയും സുജോക്കിന്റെയും പിന്നെ റേക്കി തെറാപ്പിയുടെ ഒക്കെ പിന്നിൽ അവലംബിക്കുന്നത്. അപ്പൊ ശരീരത്തിലുടനീളം ഈ എനർജി ഫ്ലോ ചെയ്യുന്ന, ഈ പ്രകാശം സഞ്ചരിക്കുന്ന ചില എന്താ പറയാ പാതകളുണ്ട് അത്രേ, ഇതിന്റെ ചില ഭാഗങ്ങൾ. ആ ഭാഗങ്ങളെയാണ് മെറീഡിയൻസ് എന്നവർ വിളിക്കാറില്ല. അപ്പൊ ആ മെറീഡിയൻസിൽ വരുന്ന ബ്ലോക്ക്, അപ്പോൾ ഒരാൾക്കൊരു എമോഷണൽ ലോഡ് ഉണ്ടായി, ഒരു പെട്ടെന്ന് ശക്തമായ പേടിയോ ഒരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷമങ്ങൾ ഈ മെറീഡിയൻസിലൂടെ, ഈ പ്രകാശം ശരീരത്തിലുടനീളം ഈ പ്രകാശം സഞ്ചരിക്കുന്നതിന് തടസ്സം ഉണ്ടാവുകയും അത് രോഗമാകും എന്നതാണ് അതിൻ്റെ പിന്നിൽ പറയുന്നത്. അവരതുകൊണ്ട് അതെന്ത് ചെയ്യുക, അത് നീക്കം ചെയ്യുവാൻ അവിടുന്ന് അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന തെറാപ്പിയാണ് ഈ പിന്നെ റേക്കി തെറാപ്പി, ക്വാണ്ടം തെറാപ്പി, അതുപോലെ പിന്നെ എന്താ പറയുക സുജോക്കും ഇതുപോലുള്ള പരിപാടികളെല്ലാം. അപ്പോൾ ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രഡീഷൻസ് ഒക്കെ അങ്ങനെയാണ്. ഹൈന്ദവർ ഇതാണെന്ന സമയത്ത് ഓറയും ചക്രയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ മെറീഡിയൻസ് ആണ് ഇവരുടേത് ബന്ധപ്പെട്ടത്, ആരുടെ, ചൈനീസിൻ്റെ. മനസ്സിലല്ലേ? അതേമാതിരി ഉള്ളറകളെ കുറിച്ച് പഠിച്ചാണ് മോഡേൺ സൈക്കോളജിസ്റ്റുമാർ പഠിച്ചിട്ടുണ്ട്. ഇപ്പം സിഗ്മണ്ട് ഫ്രോയിഡ് പഠിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഇസ്ലാമിക് സൈക്കോളജിയിൽ ഉപകാരപ്പെടുന്നത് കൊണ്ട് മുസ്ലിം ഫ്രോയിഡ് എന്ന് വരെ വിളിക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ സിഗ്മണ്ട് ഫ്രോയിഡ് വാസ് നോട്ട് എ മുസ്ലിം, പക്ഷെ അദ്ദേഹത്തിന്റെ പഠനം പിന്നെ മുസ്ലിങ്ങളുടെ പൂർവികരുടെയും ഇപ്പോഴത്തെ ആളുകളുടെയും പഠനമായിട്ട് ഒത്തു വന്ന ഭാഗം കൊണ്ട് മുസ്ലിം ഫ്രോയിഡ് വരെ വിളിക്കാറുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു,
കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡിന് മൂന്നായി തരംതിരിച്ച്. അതുപോലെ ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ തരംതിരിച്ചു. അതിന് ഇസ്ലാമികമായിട്ട് നമുക്ക് പറയുന്നതാണ് അക്കല്, ഹിഫ്ള്, ദിക്ർ, അക്കല്, ഹവ, തഖ്വ. അറബിയിൽ നമ്മൾ പഠിപ്പിക്കുന്ന അല്ലേ. അപ്പോൾ ഈ സൈക്കോളജിയെ കുറിച്ച്, ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പല രീതിയിലും പലരും പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്? ഹെൽത്ത് വെൽനെസ് കണക്ഷൻ. നല്ലൊരു ബ്യൂട്ടിഫുൾ പിക്ചറാണ്. നോക്ക്, ബോഡി, സ്പിരിറ്റ്, മൈൻഡ്, അത് മൂന്നും കൂടെ ബാലൻസ് ആണ്. ദാറ്റ്സ് റിയൽ ബാലൻസ്. അത് ബോഡിയും സ്പിരിറ്റും കൂടെ ആണ് സെൽഫ് ഹീലിംഗ്. പിന്നെ ബോഡിയും മൈൻഡും കൂടിയാണ് ഇത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഈ മൈൻഡും സ്പിരിറ്റും കൂടിയാണ് പോസിറ്റീവ് തിങ്കിങ്. ഇത് അപ്പം ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ ആദരിക്കാം. അതുപോലെ ഈ ഹീലിംഗ് ദ ബോഡി ഒരു മുസ്ലിം വനിത, മാഷാ അല്ലാഹ്, നല്ലൊരു അഖീദയും മനഹജൊക്കെ ക്ലിയർ ഉള്ളൊരു ലേഡി എഴുതിയതാ. ബിസ്മില്ലാ. അമീറ എയാദ് എഴുതിയ ഹീലിംഗ് ബോഡി ആൻഡ് സോൾ എന്നൊരു പുസ്തകത്തിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ആത്മാവിനെയും എല്ലാം കൂടെ മൊത്തത്തിൽ പരിഗണിച്ചുകൊണ്ട് എഴുതിയ പുസ്തകത്തിലാണ്. അതിൽ മനുഷ്യൻ്റെ ബോഡിയെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ഇൻ്റലക്ച്വൽ മൈൻഡ്, സ്പിരിച്വൽ മൈൻഡ്, അതുപോലെ എമോഷണൽ മൈൻഡ്, പിന്നെ ഫിസിക്കൽ ബോഡി, അങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻസ് എല്ലാം ഇവരുടെ ഉള്ളിലുണ്ട്. അൾട്ടിമേറ്റ്ലി ഏത് മോഡാലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവസാനം എത്തുന്നത് ആത്മാവിനൊരു പ്രകാശമുണ്ടെന്നും ആ പ്രകാശം ശക്തമായ പ്രകാശമാണെന്നും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം രോഗങ്ങളുണ്ടെങ്കിലും അതിനെ സുഖപ്പെടുത്തുവാനും എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുവാനും ശക്തിയുള്ള, ഉൾക്കാഴ്ചയുള്ള, അതിനുള്ള കഴിവുകളും അവസരങ്ങളും ഗുണങ്ങളും പ്രാപ്തികളും പൊട്ടൻഷ്യൽസ്, പോസിബിലിറ്റി, ചാൻസസ് ആൻഡ് ചോയ്സസ് ഉള്ള ഒരു ആത്മാവാണ് എല്ലാവരുടെ ഉള്ളിലുള്ളത്. പക്ഷെ അതിന് ആ കഴിവ് നഷ്ടപ്പെടുന്നു. എങ്ങനെ? ജീവിതത്തിൽ ഡിസോർഡറുകൾ സംഭവിക്കുമ്പോൾ. ഈ പിക്ചർ നോക്ക്, നടുവിലൊരു ബൾബ്, അതിൻ്റെ സൈഡിൽ ഉണ്ടാകുന്ന അലങ്കരിച്ച കുറേ മുത്തുകൾ. ഈ മുത്തുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡറിൽ വെച്ചപ്പോൾ ഈ ബൾബിൻ്റെ പ്രകാശം നമ്മൾ പുറത്തേക്ക് വരുന്നു. പക്ഷെ ആ മുത്തുകൾ ചിന്നിച്ചിതറിയപ്പോൾ, അലങ്കോലമായപ്പോൾ, ഡിസോർഡർ ആയപ്പോൾ ഈ ബൾബിൻ്റെ പ്രകാശത്തെ തടയുന്നു. ഇങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡറുകൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ പ്രകാശം പുറത്തേക്ക് വരാതെ തടയുന്നു. അപ്പോൾ ഈ ഡിസോർഡർ എന്താണെന്നുള്ളതാണ്. യെസ്. അപ്പോൾ ഈ ആത്മാവിൻ്റെ പ്രകാശത്തെക്കുറിച്ച് പ്രവാചകൻ ഹദീസിൽ പറഞ്ഞെന്താ? അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറൻ, അള്ളാഹുവിൻ്റെ ഹൃദയത്തിൽ പ്രകാശം കൊണ്ട, പിന്നെ ബസറി നൂറിൻ്റെ കണ്ണിൽ കൊണ്ട, സമഈ നൂറിൻ്റെ ചെവിയിൽ കൊണ്ട, അല്ലേ, ഇവ യമീനി, അങ്ങനെ എൻ്റെ ശരീരത്തിൽ മുഴുവൻ ഓരോ അവയവങ്ങളിലും മുടിയിൽ കൊണ്ട, എല്ലിൽ കൊണ്ട, ത്വക്കിൽ കൊണ്ട, തൊലിയിൽ കൊണ്ട എന്നൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പ്രകാശം ശരീരത്തിൽ നിന്ന് നിറഞ്ഞ് പിന്നെ യമീനി, എൻ്റെ വലത് കൊണ്ട, ഇടത് കൊണ്ട, എൻ്റെ മുമ്പിൽ കൊണ്ട, ബാക്കിൽ കൊണ്ട, മുകളിൽ കൊണ്ട, അടിയിൽ കൊണ്ട, 6 ഭാഗത്തും. അപ്പോൾ ശരീരത്തിന് പുറത്തേക്കും പ്രകാശം ഉണ്ടാകുവാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ പ്രകാശമാണ് നമ്മുടെ വിഷയം. ഈ പ്രകാശം അതിൻ്റെ എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻസിനെ കുറിച്ച് പഠിക്കുന്ന, അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന മെഷീനാണ് ഈ മെഷീൻ. ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അത് എവിടേക്ക് ഏതിൽ ഒരാളുടെ ഡിസോർഡറിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, എവിടെയാണ് അദ്ദേഹത്തിന് ഡിസോർഡർ ഉള്ളത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അത് ആ ഭാഗങ്ങൾ ശരിയാക്കി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഈ മൈക്രോ കറണ്ട് ഫ്രീക്വൻസി റിസോണൻസ്, അത് റിസോണൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആ റിസോണൻസ് ശരിയല്ലെങ്കിൽ അയാളിലുണ്ടാകുന്ന വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസൗകര്യങ്ങളും അസുഖങ്ങളും ഒക്കെയാണ് പിന്നീട്. അതുകൊണ്ട് ഇവിടെ ഈ ആത്മാവിൻ്റെ പ്രകാശം ശരിയാക്കിയാൽ, ആ സബ്റ്റിൽ ലൈറ്റ്, ആ ആത്മീയ പ്രകാശം ശരിയാക്കിയാൽ, ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ എല്ലാ രീതിയിലുണ്ടാകുന്ന പ്രയാസങ്ങളും പോകും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ക്ഷേമം എല്ലാ അർത്ഥത്തിലും വരും എന്നതാണ് ഇതിൻ്റെ പിന്നിലെ ആകത്തുക. ഇത് ഒരുപാട് ടെസ്റ്റിമോണിയൽസ് ഉള്ള, ഒരുപാട് പ്രൂവൺ ആയിട്ടുള്ള ഡിവൈസാണ് എന്ന് മാത്രമല്ല, ഞാൻ എക്സ്പീരിയൻസ് എടുത്തിട്ടുണ്ട്, പല ആളുകൾക്കും പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആത്മാവിൻ്റെ പ്രകാശം അത് ശരീരത്തിൻ്റെ ഒരു അവയവത്തിലേക്ക്, അവയവം ഇല്ലെങ്കിൽ അവിടെ എത്തുന്ന, അതാണ് ആത്മാവിൽ നിന്ന് പ്രകാശം ശരീരത്തിൻ്റെ പുറത്തേക്ക് പോകും എന്നുള്ളതിന് ഞാൻ പറയാൻ പാടാണ്. അതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയത്. ഇറ്റ് ഈസ് എ നോൺ ഫിസിക്കൽ എനർജി that does not require any particular path or nervous to be its carrier. അതിന് നാഡീഞരമ്പുകളോ അത് സഞ്ചരിക്കാനുള്ള മാർഗങ്ങളൊന്നും വേണ്ട, അതില്ലാതെ തന്നെ ആത്മീയ ശരീരത്തിലൂടെ പോകും. അപ്പം മനുഷ്യൻ്റെ ബ്രൂസ് ലിഫ്റ്റൺ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിനകത്തൊരു ആത്മീയ ശരീരമുണ്ട്. അതുകൊണ്ട് ആ ആത്മാവിൻ്റെ അംശം ഓരോ സെല്ലിലുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലിൽ, ഓരോ സെല്ലിലും ആത്മാവിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് വളരെ പ്രസക്തമാണ്. എന്താണ്? ഒരു നാഡീഞരമ്പൊന്നും വേണ്ട, ആത്മാവിൻ്റെ പ്രകാശം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കാൻ. സോ
അതിനപ്പുറത്തേക്ക് എവരി എമോഷൻ ആർ വർക്കിംഗ് ഇൻ സം പാർട്ട് ഓഫ് ദി ബോഡി. മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും നല്ലതും ചീത്തയും അവന്റെ ആത്മാവിലുണ്ട്. ആ ആത്മാവ് ശരീരത്തിനകത്തായതുകൊണ്ട് ആത്മാവ് ശരീരത്തിനകത്താണ് നമ്മൾ പറയാ. പക്ഷെ വാസ്തവത്തിൽ ആത്മീയ ലോകത്താണ് ഈ ശരീരം ഉള്ളത്. ആത്മീയ ലോകത്ത് ആത്മാവ് ശരീരത്തിനകത്ത്, പക്ഷേ ഈ ആത്മാവിന്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആയത് പുറത്തുള്ളത് കൊണ്ട് നമ്മളെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ കോൺഷ്യസ്നെസ്സിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? ശരീരമുള്ളത്. ശരീരത്തിനകത്താണ് ആത്മാവുള്ളത്. അങ്ങനെ എല്ലാ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും മനുഷ്യൻ്റെ വികാരങ്ങൾ നല്ലതും ചീത്തയായിട്ട് ഉള്ളത് ശരീരത്തിൽ എവിടെയെങ്കിലും സെറ്റിലാകും. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, മേഴ്സി ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ലിവർ. കാരുണ്യം ലിവറിലാണ്. ലിവറിന് കംപ്ലൈൻ്റ് ഉള്ള ആളുകൾ നോക്കൂ, അവർക്ക് കാരുണ്യം കുറവും, അവർക്ക് ദേഷ്യവും വെറുപ്പും കൂടുതലുമായിരിക്കും. ലിവർ സിറോസിസ് ഒക്കെ ഉണ്ടാകുന്ന ആളുകളെന്ന് പഠിച്ചു നോക്ക്. അതുപോലെ ബ്രെയിൻ സ്ട്രോക്ക് ഉണ്ടാകുന്ന ആളുകൾ പഠിച്ചു നോക്ക്. അതുപോലെ ദ ഇൻ്റലക്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഹാർട്ട്. ഹൃദയത്തിലാണ് ബുദ്ധി. ആളുകൾ തലച്ചോറിലാണ്, തലച്ചോറ് ഉപയോഗിക്കുന്നു, പക്ഷെ ബുദ്ധി എവിടെയുള്ളത്? ഹൃദയത്തിലാണ്. അതുപോലെ പ്രവാചകൻ പഠിപ്പിച്ചു കമ്പാഷൻ, അനുകമ്പ ഇൻ ദ സ്പ്ലീനിലാണ്. സ്പ്ലീനിന് അസുഖം ഉണ്ടാകുന്ന ആൾക്കാർക്ക് അനുകമ്പ കുറവായിരിക്കും. ആ നെഫ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ലങ്സ്. നെഫ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നെഫ്സ് ലങ്സിലാണ്, അവൻ്റെ ശ്വാസകോശങ്ങളിലാണ്. സോ ഇങ്ങനെ ഓരോ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലുമാണ് മനുഷ്യൻ്റെ വികാരങ്ങളൊക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അത് കൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയാറുണ്ട്, സൽക്കർമ്മങ്ങൾ ഒരാളുടെ മുഖത്ത് തിളക്കം കൊണ്ടുവരും, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രകാശം കൊണ്ടുവരും, അദ്ദേഹത്തിൻ്റെ ഉപജീവനം വിശാലമാക്കും, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശക്തമാക്കും, അദ്ദേഹത്തോട് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം തോന്നും, അദ്ദേഹത്തിൻ്റെ ഉപജീവനം വിശാലമാകും. അതോ ചീത്തകർമ്മങ്ങളോ നേരെ ഓപ്പോസിറ്റും. അങ്ങനെ നേരെ ഓപ്പോസിറ്റുമായി കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് സ്നേഹം ഉണ്ടാവില്ല, മാത്രമല്ല എല്ലാവരാലും വെറുക്കപ്പെടുന്നൊരു വസ്തുവായി മാറും ഈ മനുഷ്യൻ. അതാണ് മനുഷ്യൻ്റെ ആത്മീയ പ്രകാശം മനുഷ്യൻ്റെ ജീവിതത്തിൽ മുഴുവൻ. അപ്പോൾ ആത്മാവിൻ്റെ പ്രകാശം ശരിയാക്കിയെടുത്താൽ അതിനെ ശരിയാക്കിയെടുക്കാം. അത് വെറും ഇബാദത്ത് കൊണ്ട് നടക്കൂല, തുറന്നാണ് പറയാം. വെറും ഇബാദത്തിൽ മാത്രം ഒഴുകിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ദുനിയാവിൻ്റെ അറിവ് പോലും പഠിക്കരുത്, അത് ഹറാമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പം ഭൗതിക വിജ്ഞാനം ഹറാമാണ്, അതായത് സ്കൂളുകളിൽ പോകുന്നത് പാടില്ല എന്ന് പറയുന്നിടത്തേക്ക് കേരളത്തിലുള്ള ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. വിഡ്ഢിത്തത്തിൻ്റെ മൂർത്തികളെ എന്ന് നമുക്ക് പറയാൻ പറ്റൂ, മറ്റൊന്നുമല്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം, അറിവ്, മെൻ്റൽ ഹെൽത്ത്, ഒരാളുടെ പോസിറ്റിവിറ്റി, ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസ്. ഒപ്പം തീർച്ചയായിട്ടും മതവും ഉപകാരപ്പെടും. ഇതാണ് ഇപ്പം ഈ രീതിയിൽ 100നെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാരുടെ ഇസ്ലാമിൽ ഒരുപാടുള്ളത്. അധിക ആളുകളും എല്ലാവരും ഏകദേശം 40ഓളം പ്രവാചക വൈദ്യത്തെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളുണ്ട്. ഇന്ത്യ ലോകത്ത് അവൈലബിളാണ്. പ്രോഫറ്റിക് മെഡിസിൻ ഏകദേശം 40ഓളം ഉലമാക്കളുടെ പുസ്തകം അവൈലബിളാണ്. അതിൽ ഇബ്നുൽ ഖയ്യിം എഴുതിയതും ഇമാം സുയൂത്തി എഴുതിയതും അതുപോലെ ഇബ്നു തൈമിയ്യ എഴുതിയതും ഇബ്നു ഹജർ അൽ അസ്കലാനി എഴുതിയതും അതുപോലെ ഇമാം ഗസാലി എഴുതിയതും ഇതൊക്കെ എന്താണ്? പ്രകാശം എന്നാണ്. ഇപ്പം നോക്കുങ്ങൾ, ഇപ്പോൾ ഇവിടെ ആയുഷ് മിനിസ്ട്രി, ഇന്ത്യയിലെ ആയുഷ് മിനിസ്ട്രിയിലേക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തു. പ്രവാചക വൈദ്യത്തിൻ്റെ നമ്മുടെ ഒരു സുഹൃത്ത് ഷാഫി അബ്ദുല്ല സുഹരി, അദ്ദേഹം കൊടുത്ത ഒരു ഫണ്ടമെന്റൽ തിയറി ഓഫ് പ്രൊഫറ്റിക് സിസ്റ്റം ഓഫ് മെഡിസിൻ. അതെന്താ എഴുതിയത്? അൽ ജസദ് നൂറുൻ, ശരീരം, ദ ബോഡി ഇറ്റ് സെൽഫ് ഈസ് എ ലൈറ്റ്. അതാണ് ഫോട്ടോബയോളജി. ആൻഡ് വൽ മർദു ദുലുമാത്തുൻ, രോഗം എന്ന് പറയുന്നത് ഇരുട്ടാണ്. ഇതാണ് സ്കോട്ടോ ബയോ ഫാർമക്കോളജി. ആൻഡ് ഫോട്ടോണൈസേഷൻ, ഇതിനെ പ്രകാശവൽക്കരിക്കുക എന്നതാണ് മരുന്ന്. ഫോട്ടോണൈസേഷൻ ഈസ് ദ മെഡിസിൻ. ഇതാണ് ഫോട്ടോ ഫാർമക്കോളജി. അപ്പോൾ പ്രവാചക വൈദ്യത്തിൻ്റെ വാസ്തവത്തിൽ പ്രവാചക വൈദ്യം മനുഷ്യൻ്റെ ആത്മീയ പ്രകാശം ശരീരത്തിലേക്ക് ഏതെല്ലാം ഭാഗത്ത് എത്തുന്നില്ല, അത് എത്താത്ത ഇടത്തേക്ക് എത്തിക്കുന്നു എന്നതാണ് ഇസ്ലാമിലുണ്ടാകുന്ന പ്രവാചക വൈദ്യത്തിൻ്റെ ബേസ്. ആ പണിക്ക് ഈ മെഷീൻ ഉപകാരപ്പെടും എന്നതാണ് ഞാൻ പറയുന്ന വിഷയം. ദി മൈക്രോ കറണ്ട് ഫ്രീക്വൻസി മെഷീൻ അതിന് ഉപകാരപ്പെടുന്നുണ്ട് എന്നത് ഉപയോഗിച്ച 200-300 ആളുകൾ അവരുടെ ടെസ്റ്റിമോണികൾ വീഡിയോ ആയിട്ട് കൊടുത്ത ചാനൽ ഇതിൻ്റെ കൂടെ ഞാൻ ലിങ്കിൽ കൊടുക്കാം. ഒരു നോക്കിക്കോ, പഠിച്ചോ. സോ ഈ ആത്മീയ പ്രകാശം ശരീരത്തിലേക്ക് എത്തുക, അപ്പോൾ ആരോഗ്യം ഉണ്ടാകും. ഈ പ്രകാശം ശരീരത്തിലേക്ക് എത്തുന്നില്ലയോ അവിടെ രോഗമുണ്ടാകും. അതുകൊണ്ട് രോഗത്തിനെ ചികിത്സിക്കുന്നത് നമ്മളെങ്ങനെയാ? മരുന്ന് കൊണ്ടും മറ്റൊന്നുമല്ല. നമ്മൾ രോഗത്തിനെ ചികിത്സിക്കുന്നില്ല, നമ്മൾ ഇവരുടെ ആത്മീയ പ്രകാശം ശരിയാക്കി കൊടുക്കും.
അത് അവരുടെ ജീവിതത്തിൽ രോഗം എന്ന് മാത്രമല്ല സാമ്പത്തിക ബുദ്ധിമുട്ടും അവരുടെ കുടുംബ വഴക്കും എല്ലാം തീർത്തു കൊണ്ടുവരും. മനസ്സിലായില്ലേ? ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. പണ്ട് ഒക്കെ ഉണ്ടായിരുന്ന സിനിമ ഓടിക്കുന്ന മെഷീൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ? സിനിമ തിയേറ്ററൊക്കെ പോയവർക്കറിയാം. വലിയൊരു മെഷീൻ, അതിൽ 2 റോൾ ഉണ്ടാവും. മുകളിൽ ഫിലിമിലുള്ള റോള്, റീല് അടിയിലുണ്ടാവും. ഒരു ശക്തമായ പ്രകാശം ആണ് വിടും. ആ പ്രകാശത്തിന്റെ മുമ്പിലാണ് ഈ ഫിലിം, ഈ മുകളിലെ റീലിൽ നിന്ന് അടിയിലെ റീലിലേക്ക് ഈ റീൽ ഇങ്ങനെ ഫിലിം ഇങ്ങനെ ചുറ്റുമ്പോൾ ആ ഫിലിമിലൂടെ ഈ ലൈറ്റ് പോകുമ്പോൾ അതാണ് സ്ക്രീനിൽ തെളിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഫിലിമിലുള്ള പിക്ചർ എന്താണോ അതിനെ ശക്തമായ പ്രകാശത്തിലൂടെ വിട്ടപ്പോൾ അതാണ് നമ്മുടെ മുമ്പിൽ ഈ കാണുന്ന റിയാലിറ്റി ആയിട്ട് കാണുന്ന സാധനം. എന്നതുപോലെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന നമ്മൾ ആത്മാവിന്റെ പ്രകാശം ഇവിടെ ഉണ്ട്. ആത്മാവിന്റെ പ്രകാശം ഫുൾ പ്രകാശ, അത് മരിക്കുമ്പോഴേ പോവുള്ളൂ. ഫുൾ പ്രകാശ, പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല. അതെന്ത്? നമ്മളെ ഉള്ളിലുണ്ടാകുന്ന അൺകോൺഷ്യസ് മൈൻഡിൽ, പ്രത്യേകം ശ്രദ്ധിച്ചോ, അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന മറകൾ, മൂടലുകൾ, മഴക്കാറുകൾ, മൂടപ്പെട്ട വിഷമം, ദുഃഖം, പേടി, സങ്കടം, അസൂയ, പക, കുശുമ്പ്, വാശി, ദേഷ്യം, വെറുപ്പ്, ഈ ജാതി സാധനങ്ങൾ, എമോഷണൽ ലോഡ് അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന അതാണ് എന്ത് ചെയ്യുന്നത്? അതാണ് ശരിക്കും നമ്മൾ ഈ പ്രകാശത്തെ നമ്മളുടെ പ്രപഞ്ചത്തിലേക്ക് വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ അവയർനെസ്സിലൂടെ, ആത്മാവിന്റെ അവയർനെസ്സിലൂടെ, കോൺഷ്യസ്നെസ്സിലൂടെ, മൈൻഡിന്റെ പ്രവർത്തനത്തിലൂടെ നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അതാണ് ശരിക്ക് വലിയ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്, ദ യൂണിവേഴ്സൽ റെക്കോർഡ്, ദ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്, ദ കിതാബും മുബീൻ, അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഖദറിന്റെ പ്രപഞ്ചം, അള്ളാഹു ദ ഗ്രേറ്റ്, ദ ബിഗ് പ്ലാൻ, അതിലേക്ക് ശരിക്ക് ചെന്ന് ചേരുന്നത് അതാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന വലിയ വലിയ സന്ദർഭങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാകുന്നതിലേക്ക് നമ്മുടേത് ഇവിടുന്ന് ഹൈ സാധനം അങ്ങോട്ട് ചെന്നാൽ, ഹൈ വോൾട്ടേജിൽ അങ്ങോട്ട് ചെന്നാൽ, ഹൈ പവർ അങ്ങോട്ട് ചെന്നാൽ അവിടെയുള്ള ഉയർന്ന തലങ്ങളിലേക്ക് അതെത്തുകയും അതാണ് നമ്മുടെ ജീവിതത്തിൽ, ശരീരത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുക. അതുകൊണ്ട് ഇവിടെ ഈ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ അതിനെ വിധി എന്ന് വിളിക്കുന്നു. വിധിയുണ്ട്, പക്ഷെ ഈ എല്ലാം വിധി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിറ്റർമിനിസ്റ്റിക്, എല്ലാം ഒരു ഫാറ്റലിസ്റ്റ്, എല്ലാം വിധി, ഒന്നും ചെയ്യാൻ കഴിയില്ല, മടിയായിട്ടിരിക്കുക. അത് അള്ളാന്റെ വിധിയല്ല, അള്ള വിധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ സംഭവിക്കുമോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ, ഒരു ഫാറ്റലിസ്റ്റ് നിലവാരത്തിലാണ് അധികം ആളുകളും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെല്ലാം എല്ലാവരും ഏറെക്കുറെ അവസ്ഥയിലാണ്. അതാണ് നമ്മളെ ലൈഫ് കോച്ചിങ്ങിൽ ആദ്യം നമ്മൾ അത് കുറിച്ച് അപ്പോൾ അത് ശരിയാക്കി കൊടുക്കലാണ് ആദ്യം. ചുരുക്കി പറഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന നെഗറ്റിവിറ്റികൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പോസിറ്റിവിറ്റികളാണ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി പുലരുന്നത്. നമ്മൾ അതിനെ വിധി എന്ന് വിളിക്കുന്നു. ഇത് ഞാൻ വെറുതെ അങ്ങോട്ട് പറഞ്ഞതല്ല, ഇത് വിശദീകരിക്കുന്ന സ്കോളേഴ്സ് ഉണ്ടായിട്ടുള്ള സൈക്കോളജിസ്റ്റുമാരുണ്ട്. കാൾ ജങ് ഫോർ എക്സാമ്പിൾ. കാൾ ജങ് പറയാന്ന്, വൺ ഡസ് നോട്ട് ബിക്കം എൻലൈറ്റഡ് ബൈ ഇമാജിൻ ദ ലൈറ്റ് ഫിഗർ ഓഫ് ലൈറ്റ്. ഒരു പ്രകാശം, ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ബൾബ് ഇങ്ങനെ കത്തുന്നത് ഇങ്ങനെ സങ്കല്പിച്ച ഒരാൾക്ക് പ്രകാശം ഉണ്ടാവുമോ? ഉണ്ടാവില്ല, ലൈറ്റ് ഉണ്ടാവില്ല. അയാൾക്ക് പ്രകാശം ഉണ്ടാണെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് എൻലൈറ്റൻമെന്റ് ഉണ്ടാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ബട്ട് ഹീ മേക്കിംഗ് ദ ഡാർക്ക്നെസ് കോൺഷ്യസ്. അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ഇരുണ്ട ഭാഗം അവിടേക്ക് വെളിച്ചം കൊടുക്കുമ്പോൾ, അൺകോൺഷ്യസ് മൈൻഡിനെ കോൺഷ്യസ് ആക്കുമ്പോൾ, അത് അദ്ദേഹം എടുത്തു പറയുന്നു, അൺടിൽ യു മേക്ക് ദ അൺകോൺഷ്യസ് കോൺഷ്യസ്. നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ കോൺഷ്യസ് ആക്കി കൊണ്ടുവന്ന് അത് കൊണ്ടുവരുന്നത് വരെ, നിങ്ങൾ അൺകോൺഷ്യസ് മൈൻഡിലുള്ളത് അവിടെ തന്നെ വെച്ചാൽ, അതിനെ കോൺഷ്യസ് ആക്കാതെ, അതിനെ കണ്ടെടുത്ത് നിങ്ങൾ പരിഹരിക്കാതെ വെച്ചാൽ, ഇറ്റ് വിൽ ഡയറക്റ്റ് യുവർ ലൈഫ്. അതാണ് നിങ്ങളുടെ ലൈഫിനെ നിയന്ത്രിക്കുക. ആൻഡ് യു വിൽ കാൾ ഇറ്റ് ആസ് ഫേറ്റ്. അതിനെ നിങ്ങൾ വിധി എന്ന് വിളിക്കും. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡിലുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിൽ നടക്കുന്നത്. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡിൽ മാറ്റം വരുത്തിയാൽ മതി. അതെന്താ? അതെങ്ങനെ മാറ്റം വരുത്തും? അൺകോൺഷ്യസ് അല്ലേ, ബോധമുണ്ട്, നമുക്കറിയോ ഇല്ല, അതിനെ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാൻ മറ്റൊരാളുടെ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് വാസ്തവത്തിൽ കൗൺസിലിംഗ് എന്ന് പറയാം. അതൊരു സൈക്കോളജിസ്റ്റിന്, ശരിയായൊരു പ്രത്യേകിച്ച് ഒരു ട്രാൻസ്പേഴ്സണൽ സൈക്കോളജിസ്റ്റിന് കഴിയും. അതാണ് ഒരു സൈക്കോളജിസ്റ്റ്. ഇസ്ലാമിക് സൈക്കോളജിയിലൊക്കെ പറയുന്ന സംഗതിയാണ്. മനുഷ്യന്റെ കൊഗ്നേറ്റീവ് സൈക്കോളജിക്ക് അപ്പുറത്ത് മോഡേൺ സൈക്കോളജി കൊഗ്നേറ്റീവ് സൈക്കോളജിയിലാണ് മെയിനായിട്ടുള്ളത്. പക്ഷേ ഇസ്ലാമിക് സൈക്കോളജി എന്താണ്? സ്പിരിച്വൽ സൈക്കോളജിയിലാണ്. അതുകൊണ്ട് അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന വിഷയങ്ങളും അതിൻ്റെ സ്പിരിച്വൽ, എമോഷണൽ ആൻഡ് കൊഗ്നേറ്റീവ് സൈഡുകളെല്ലാം വിശദീകരിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു
ശരിയായ കൗൺസിലർക്ക് ഇതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടുപിടിക്കാം. എന്നാൽ അങ്ങനെ അൺകോൺഷ്യസ് മൈൻഡിൽ എന്തെല്ലാം റിസോണൻസ് കുറവുണ്ടോ, താളപ്പൊരുത്തങ്ങൾ കുറവുണ്ടോ, അത് അനലൈസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണിത്. ഒരാളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന താളപ്പൊരുത്തങ്ങൾ, അതിൻ്റെ കുറവുകൾ ഏതെല്ലാം ഉണ്ട് ഇയാളുടെ ജീവിതത്തിൽ, ഏതെല്ലാം ചിന്തകൾ തമ്മിൽ, അല്ലെ ഇയാളുടെ ഏതെല്ലാം പ്രവർത്തനമായിട്ടാണ് ഇയാളുടെ വിശ്വാസവും മാനസികാവസ്ഥയും വികാരങ്ങളും താളപ്പൊരുത്തങ്ങളും ഒക്കാത്തത്, ആ റെസോണൻസ് കുറവുള്ളത്, അത് കണ്ടെടുക്കുന്നതാണ്, അത് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വിഷയം. അത് ഇറ്റ്സ് എ പ്രൂവൺ, ജനങ്ങൾക്ക് പ്രൂവൺ ആണ്. ഇതിൻ്റെ ലോഞ്ച് ചെയ്ത ആളുകൾ ക്ലെയിം ചെയ്യുന്നത് മാത്രമല്ല, ആളുകൾ സർട്ടിഫൈ ചെയ്തില്ല. സോ അൽഹംദുലില്ലാ, ഇറ്റ്സ് വൺ ഓഫ് ദി ഗുഡ് ഹെൽപ്പ്. അള്ള സഹായം കൊണ്ടുവന്നാണ് ഈ വിഷയം, ഈ ഡിവൈസ്. സോ യു വോണ്ട് ബിക്കം വൈസ്. നിങ്ങൾ എന്ത് ചെയ്യില്ല, കോളേജൊക്കെ പറഞ്ഞത് വിശദീകരിച്ചാൽ, യു വോണ്ട് ബിക്കം വൈസ് ട്രൂലി അവെയർ ജസ്റ്റ് ബൈ തിങ്കിങ് ഹാപ്പി ഓർ പോസിറ്റീവ്. നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് മാത്രം, ഇങ്ങനെ പോസിറ്റീവ് തിങ്കിങ് ആയാൽ മാത്രം അതുകൊണ്ട് എന്ത് ചെയ്യില്ല, നിങ്ങൾ എൻലൈറ്റൻമെന്റ് കിട്ടൂല, എംപവർമെന്റ് കിട്ടൂല. എന്താണ് ദ ട്രൂ ഗ്രോത്ത്, യഥാർത്ഥ വളർച്ച കംസ് വെൻ യു ഫേസ് യുവർ ഓൺ ഇന്നർ ഫിയർ. നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഇന്നർ ഫിയറും അതിൻ്റെ വീക്ക്നെസ്സും അതിൻ്റെ ഡാർക്കർ പാർട്ട്, അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഡാർക്കർ പാർട്ടിനെ നിങ്ങൾ ഫേസ് ചെയ്ത്, ദാറ്റ് മീൻസ് പുറത്തേക്കെടുത്ത് അതിനെന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിനെ വിചിന്തനം നടത്തി അതിനെ സോൾവ് ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ നിങ്ങൾക്ക് എംപവർമെന്റ് ഉണ്ടാവുക. എവരി വൺ ഹാസ് തോട്ട്സ്, എല്ലാവർക്കും ചിന്തയും എമോഷൻസ് ആൻഡ് മെമ്മറീസ് ഡീപ്പ് ഇൻസൈഡ് ദം ദാറ്റ് മേ നോട്ട് ബി അവെയർ ഓഫ് ഇറ്റ്. അവർക്ക് അറിയാത്ത അവരുടെ ഉള്ളിൽ എമോഷൻസ്, വികാരങ്ങളും മെമ്മറീസും ഒക്കെ ഉണ്ടാവാം. ദിസ് ഇസ് ദ അൺകോൺഷ്യസ് മൈൻഡ്. അതിനെയാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് വിളിക്കുന്നത്. ഇഫ് യു ഡോണ്ട് ടേക്ക് ടൈം ടു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ സമയമെടുക്കുന്നില്ലെങ്കിൽ, വാട്ട് ഈസ് ഇൻസൈഡ് ഇൻ യു, നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഒളിഞ്ഞു കിടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കുന്നില്ലെങ്കിൽ, ദോസ് ഹിഡൻ പാർട്ട് വിൽ കൺട്രോൾ യുവർ ആക്ഷൻസ്, ചോയ്സസ് ആൻഡ് ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ചോയ്സിനെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ പ്രവർത്തനത്തെയും അതാണ് നിയന്ത്രിക്കുക. ആൻഡ് യു വോണ്ട് ഈവൻ റിയലൈസ് ഇറ്റ്, നിങ്ങൾ അത് അറിയ പോലുമില്ല. ദാറ്റ്സ് മൈ ഫെയ്ത്തിനി, ദാറ്റ് മൈ ഡെസ്റ്റിനി, ദാറ്റ്സ് മൈ ഫെയ്ത്ത്, അതാണ് എൻ്റെ വിധി, അതാണ് എൻ്റെ യോഗം എന്നൊക്കെ നിങ്ങൾ പറയും. ബട്ട് ഇൻ ട്രൂത്ത്, യാഥാർത്ഥ്യത്തിൽ യുവർ അൺകോൺഷ്യസ് മൈൻഡ് ഈസ് ഷേപ്പിംഗ് യുവർ ലൈഫ് വിത്തൗട്ട് യുവർ അവെയർനെസ്. നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡാണ് നിങ്ങളുടെ ജീവിതത്തിനെ രൂപപ്പെടുത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ രോഗാരോഗ്യത്തെയും ജീവിത വിജയപരാജയത്തെയും സൗഭാഗ്യ ദുർഭാഗ്യത്തെയൊക്കെ രൂപപ്പെടുത്തുന്നത് നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ്. ചുരുക്കി പറഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡിലുള്ളതാണ് അള്ളാഹുവിൻ്റെ വിധി, അള്ളാഹുവിൻ്റെ കർമ്മ പദ്ധതി, വലിയ ഒരു കർമ്മ പദ്ധതിയുടെ ഉള്ളിലൂടെ മനുഷ്യന്മാർക്ക് ചാൻസസും ചോയ്സസും ഓപ്പർച്യൂണിറ്റീസും നൽകിയ ഒരുപാട് മേഖലകൾ. അതിലൂടെ നമ്മൾ വിശാലമായി സഞ്ചരിക്കുവാൻ നമ്മളെ പ്രാപ്തപ്പെടുത്തണമെങ്കിൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ളത് എന്താണെന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുകയും മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്താൽ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതാണ് ബ്രൂസ് ലിപ്റ്റൺ പറഞ്ഞ വലിയൊരു ഗ്രേറ്റ് പോയിന്റ്. അദ്ദേഹം പറഞ്ഞെന്താ, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ എത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ, അത്ര നിങ്ങളുടെ ശരീരത്തെ മാറ്റാൻ പറ്റും. നിങ്ങളുടെ വിശ്വാസത്തെ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ചേഞ്ച് ആക്കാൻ പറ്റും, അത്ര പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ആക്കാൻ പറ്റും. അല്ലേ? ഇതൊക്കെ പ്രൂവണാ. സൈക്കോളജിസ്റ്റ്മാർ ഈ ജയിൽ പുള്ളികളെ തലവെട്ടാനും അതുപോലെ കൊല്ലാനൊക്കെ വിധിച്ചിട്ടുള്ള ജയിൽ പുള്ളികൾ, അവരൊരു പരീക്ഷ നടത്തിയിട്ടുണ്ട്. ഒരു സിംഗപ്പൂർ പരീക്ഷ നടത്തിയതുണ്ട്, അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ പരീക്ഷ നടത്തിയത്. ഇപ്പം ഒരാളോട് പറഞ്ഞ് നിന്നെ പാമ്പ് കടിച്ചിട്ട് ഇത് കൊല്ലുന്നതായിരിക്കും നല്ലത്, ഇല്ലേ, എന്താ എൻ്റെ അഭിപ്രായം? അത് മതി, എന്നാൽ പിന്നെ വേദന ഉണ്ടാവുമല്ലോ. ഓക്കെ, എന്നാൽ ഇന്ന ദിവസം നിന്നൊരു പാമ്പിനെ കൊണ്ട് ഒന്ന് കടിപ്പിച്ചോളാം, അപ്പം പെട്ടെന്ന് നീ ഉറക്കത്തിലേക്ക് പോയി മരിച്ചോളൂ. പക്ഷെ വാസ്തവത്തിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തെ കണ്ണ് കെട്ടി പാമ്പിനെ രണ്ട് പിന്നെടുത്തിട്ട് കൊത്തി. അദ്ദേഹത്തിന് പെട്ടെന്ന് ഞെട്ടി. അദ്ദേഹം മനസ്സിലാക്കിയത്, എന്നെ പാമ്പ് കടിച്ചു, ഞാൻ പെട്ടെന്ന് ഉറങ്ങൂല്ലേ. അദ്ദേഹം മയങ്ങി ഉറങ്ങി മരിച്ചു. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ബ്ലഡ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ശക്തമായ പാമ്പിന്റെ വിഷം അദ്ദേഹത്തിന്റെ ബ്ലഡിലായി. അതെങ്ങനെയാ? അദ്ദേഹത്തിന്റെ മൈൻഡ്, ദാറ്റ് മീൻസ് വിശ്വാസം. അതുകൊണ്ടാണ് ഇഫ് യു ബിലീവ് ഇറ്റ് ഈസ് ട്രൂ ഫോർ യു എന്ന് പറഞ്ഞ വലിയൊരു സംഗതി ഉണ്ട്. പ്രപഞ്ചത്തിൽ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് മനുഷ്യന്റെ ഇന്റലക്ച്വൽ മൈൻഡ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നു, അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നതുമായിട്ടുള്ള. മറ്റൊന്ന് അൾട്ടിമേറ്റ് റിയാലിറ്റി, ദാറ്റ് വിൽ ബി നോൺ ഓൺലി ഫ്രം ദ റിലിവേഷൻ. വഹിയിലൂടെ മാത്രം കിട്ടുന്ന അറിവുകളുണ്ട്. വഹിയിലൂടെ അല്ലാതെ കിട്ടുക, അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ വഴി അല്ലാതെ കിട്ടുന്ന അറിവുകളില്ല. മനസ്സിലായില്ല? ആ അറിവ് കിട്ടൂല. മൂന്നാമത് അതിനിടയിലുണ്ട് മനുഷ്യന്മാർ ഇഫ് യു ബിലീവ് ഇറ്റ് ഇസ് ട്രൂ ഫോർ യു എന്ന് പറയുന്നത്. നീ വിശ്വസിക്കുകയാണെങ്കിൽ നിനക്കത് യാഥാർത്ഥ്യമായി
നിന്റെ ജീവിതത്തിൽ നിനക്ക് ബോധ്യപ്പെടും എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. ആ വിശ്വസിക്കുന്നവന്, മനസ്സിലായില്ലേ? വിശ്വസിക്കുന്നവൻ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അതനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ പുലരുന്നതായിട്ട് അവന് മനസ്സിലാകും, ബോധ്യപ്പെടും എന്ന് പറയും. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ഈ പ്രകാശം അൾട്ടിമേറ്റ്ലി എവിടുന്നാണ് കിട്ടുക? ഈ പ്രകാശം അൾട്ടിമേറ്റ്ലി കിട്ടുന്ന സ്ഥലമാണ് ഹെൽത്തി പേഴ്സണാലിറ്റി. അതോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ സ്പിരിച്വൽ കൗൺസിലിങ്ങും എന്താ പറയുക തെറാപ്യൂട്ടിക് കൗൺസിലിങ്ങും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ലൈഫ് കോച്ചിങ് കൊടുക്കുന്നത്. ഒരാളുടെ പേഴ്സണാലിറ്റിയെ മാറ്റിയെടുത്താൽ ആ പേഴ്സണാലിറ്റിയിൽ നിന്നാണ് ഈ പ്രകാശം ഉണ്ടാകുക. അതുകൊണ്ട് സെൽഫ് എസ്റ്റീമും സെൽഫ് റെസ്പെക്റ്റും, റെസ്പെക്ട് ഫോർ ഫ്രീ വില്ല്, ഫ്രീഡം, ബൗണ്ടറി, ഇതുപോലുള്ള സംഗതികൾ ലൈഫ് കോച്ചിങ് ആണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ. പക്ഷേ ആ ലൈഫ് കോച്ചിങ്ങിൽ തന്നെ ചിലപ്പോൾ ഒരാളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന കുറേ വിഷയങ്ങൾ അയാൾക്ക് പോലും അറിയുന്നില്ലെങ്കിൽ ഈ ലൈഫ് കോച്ചിങ്ങിൻ്റെ സമയത്ത് പോലും ഒരാളെ നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസം വരുന്നുണ്ട്. അത് അത്രക്കാർക്ക് ഞാൻ സിലബസ് രണ്ടാമത് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട്. അധികം ആളുകൾ ഫസ്റ്റ് തന്നെ പുറത്തേക്ക് വരും. രണ്ടാമത് വരാത്ത ആളുകൾക്ക് വീണ്ടും അറ്റൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് കുറച്ചും കൂടി ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസാണ് വാസ്തവത്തിൽ ഈ ഡിവൈസ്. ഈ ഡിവൈസ് എന്ന് വെച്ചാൽ മൈക്രോ കറണ്ട് കൊണ്ടുണ്ടാകുന്ന ഡിവൈസ് ഒരുപാട് ആൾറെഡി ഇപ്പം നിലവിലുണ്ട്. മൈക്രോ കറണ്ട് ഡിവൈസൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്താ പറയുക, മണിപ്പാൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. മൈക്രോ കറണ്ട് ഡിവൈസ് പലയിടത്തും ഉണ്ട്, മനസ്സിലായില്ലേ? അത് വ്യാപകമായിട്ടുണ്ട്. പക്ഷെ ഇൻഡിവിജ്വലൈസ്ഡ് മൈക്രോ കറണ്ട് ഓരോ വ്യക്തിക്കും അവൻ്റെ ഉള്ളിലുള്ളത് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് മൈക്രോ കറണ്ട് വിടുന്ന ഡിവൈസ്, ദാറ്റ്സ് ഓൺലി വൺ, ദാറ്റ്സ് ഹീലി. അത് ഫസ്റ്റ് ടൈമായിട്ടാണ് ഹീലി ജർമ്മനിയിൽ നിന്നാണ് ഉള്ളത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീൻ പണ്ട് പ്രവചിച്ച അല്ലെങ്കിൽ പറഞ്ഞ ഒരു സംഗതി എന്താ? ഫ്യൂച്ചർ മെഡിസിൻ വിൽ ബി ദ മെഡിസിൻ ഓഫ് ഫ്രീക്വൻസീസ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയാണ് ഫ്യൂച്ചർ മെഡിസിൻ വിൽ ബി ദ മെഡിസിൻ ഓഫ് ഫ്രീക്വൻസീസ്. ഫ്രീക്വൻസികളുടെ മെഡിസിൻ ആയിരിക്കും ഭാവിയിൽ ഇനി ഉണ്ടാവുക. ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച്. അപ്പം ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇത് എങ്ങനെയാണ് ഈ ആത്മാവിൻ്റെ പ്രകാശം, ആ ആത്മാവിൻ്റെ പ്രകാശത്തിലേക്ക് ഇത് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന ഹിഡൻ ആയിട്ടുള്ള സംഗതികളെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അനലൈസ് ചെയ്ത് അതിനെ പുറത്താക്കാൻ സംഭവിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരുത്താം. ഈ ഡിവൈസ് അതിന് അനലൈസ് ചെയ്യുവാനും ആ എമോഷൻസും അത് അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻ ഫീൽഡിൽ ഉണ്ടാകുന്ന ഡിസോണൻസ്, താളപ്പൊരുത്തങ്ങളുടെ കുറവ്, അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ഹാർമോണിയുടെ കുറവ്, അത് അനലൈസ് ചെയ്യുവാനും അത് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി അതിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസിക്ക് അത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസി ഇവിടുന്ന് വൈബ്രേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഡിവൈസ്. ഇത് വിലയുണ്ട്. ഫുൾ ഓപ്ഷൻ 4 ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല മോഡലിനും 2 3 ഒക്കെ കൊടുത്താൽ കിട്ടും. അപ്പോൾ പറഞ്ഞു വരുന്നത് ആ ഡിവൈസ് ഇത്തരം സംഗതികൾക്ക് ഉപകാരം. ഇതൊരു ചികിത്സിക്കുന്ന ആയുധമല്ല, ചെയ്തുകൊണ്ട് കൊടുക്കുന്നത് ചികിത്സയുമല്ല. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബാലൻസുകൾ ശരിയാക്കുവാനും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ ശുദ്ധീകരിക്കുവാനും പറ്റുന്ന ഉപകരണമാണ്, ഡിവൈസാണ്. അങ്ങനെ നമ്മൾ ആത്മാവിൽ നിന്നുണ്ടാകുന്ന ഈ പ്രകാശത്തെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സൊക്കെ ശരിയാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ മെറീഡിയനിലും ഇവർ പറയുന്ന എന്താ പറയുക, ഈ ചക്ര ഓറ എന്ന് പറഞ്ഞ സംഗതി എല്ലാം ബ്രൈറ്റ് ആവും. നമ്മൾ ഇസ്ലാമിൽ പറയുന്ന 100 ബ്രൈറ്റ് ആവും. ആ ബ്രൈറ്റ് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ പ്രകാശമാക്കും. ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ നമ്മൾ സങ്കല്പിക്കുന്നിടത്തേക്ക് നമ്മൾ എവിടെയാണെന്ന് സങ്കല്പിക്കുന്നു അവിടേക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ പവർ എത്തും. ആത്മാവ് ശരീരത്തിനകത്താണ്, പക്ഷെ ആത്മാവിൻ്റെ പ്രവർത്തനം ശരീരത്തിനകത്ത് മാത്രമല്ല, പുറത്താണ്. അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രവർത്തനമായ കോൺഷ്യസ്നെസ്സിൻ്റെ ഉള്ളിലാണ് വാസ്തവത്തിൽ ബോഡി. അത് എവിടേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ, ഇമാജിൻ ചെയ്യാൻ പറ്റുമോ, അവിടേക്ക് അത്രയും ദൂരത്തേക്ക് അത് എത്തും. എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മെഷീൻ നിങ്ങൾക്ക് റിമോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. റിമോട്ടായിട്ട് ആളുകളുടെ ഇത് അനലൈസ് ചെയ്യാൻ, ഇതിപ്പോൾ ഒരാൾക്ക് വാങ്ങിച്ച് അയാൾക്ക് തന്നെ ഉപയോഗിക്കാന്നില്ല. ഇതിൽ അദ്ദേഹത്തിന് ആരെ വേണമെങ്കിലും അവരെ കണക്ട് ചെയ്യിച്ച് അവരോട് സംസാരിച്ച് അവരുടെ ഫേസ് ഫോട്ടോ എടുത്ത് അതുപോലെ കണ്ണ് വെച്ചെടുത്ത് കണ്ണിലൂടെ റീഡ് ചെയ്ത് ആരിലേക്കും കണക്ട് ചെയ്യാം, റിമോട്ടായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ പലപ്പോഴും നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സങ്കല്പിക്കാൻ പറ്റുമോ അവിടെ നിങ്ങളുടെ അറിവെത്തും. നിങ്ങൾ എവിടെ എന്ത് സങ്കല്പിച്ചാൽ അവിടെ നിങ്ങൾ അറിവെത്തുന്നിടത്ത് നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രവർത്തനമായ കോൺഷ്യസ്നെസ് എത്തും. അവിടെ നിങ്ങളുടെ ആത്മാവിൻ്റെ ഉണ്ടാകുന്ന പ്രകാശം പോസിറ്റീവോ നെഗറ്റീവാണ് അത് അവിടേക്ക് എത്തും. അങ്ങനെ നമ്മൾ പല ആളുകളിലേക്കും കണക്റ്റഡ് ആണ്. നമ്മൾ കൂടുതൽ സോഷ്യൽ റിലേഷൻ കൂടുതലായാൽ
നമുക്ക് കൂടുതൽ പവർ, ദാറ്റ് മീൻസ് എനർജി ഇങ്ങോട്ടും കിട്ടും അങ്ങോട്ടും കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് സോഷ്യൽ റിലേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? ബന്ധങ്ങൾ ചേർത്ത് കൊള്ളട്ടെ. അത് പിന്നെ ഫാമിലി റിലേഷൻ ഉണ്ട്, സോഷ്യൽ റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ഇസ്ലാമിൻ്റെ അധ്യാപനത്തിൽ വരുന്നതാണ്. ഇപ്പോൾ പൊതുജനങ്ങളായിട്ട് കൂടുതലും ആ സോഷ്യൽ റിലേഷനിലാണ് പല ഇബാദത്തുകളും അതിന് വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ട രീതിയിലാണ്. സോഷ്യൽ റിലേഷൻ, സലാം പറയലും അതുപോലെ ബന്ധം പുതുക്കലും സോഷ്യൽ റിലേഷൻ. ആ സോഷ്യൽ റിലേഷൻ വഴിയാണ് നിങ്ങളുടെ നൂറ് മറ്റുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. അപ്പോൾ എമോഷണൽ ട്രാൻസ്ഫറൻസ്, ഈ എമോഷണൽ ട്രാൻസ്ഫറൻസിനെ കുറിച്ച് പ്രവാചകന്റെ ഹദീസുകളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖ് ഹുസൈമീനൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫ് കോച്ചിങ്ങിനൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്. എന്താ? ഇന്നല്ലാഹ ലാ യുഗൈറു മാ ബിഖൗമിൻ ഹത്താ യുഗൈറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു വിൽ നോട്ട് ചേഞ്ച് ദ കണ്ടീഷൻ ഓഫ് എ പീപ്പിൾ അൺലെസ് ആൻഡ് അണ്ടിൽ ദേ ചേഞ്ച് ബൈ ദംസെൽഫ്. ഒരു മനുഷ്യനെ ഒരു സമുദായത്തെയും അല്ല മാറ്റുകയില്ല അവരുടെ ഉള്ളിലുള്ളതിനെ അവർ മാറ്റാതെ. അങ്ങനെ അത് മാറ്റിയാലേ ഉള്ളൂ വാസ്തവത്തിൽ അവരെ കൊണ്ട് ഒരു മാറ്റം വരുള്ളൂ. അതുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫേമസ് കോട്ട് എന്താ അറിയോ? യു കാനോട്ട് സോൾവ് എ പ്രോബ്ലം വിത്ത് ദ സെയിം മൈൻഡ് ദാറ്റ് ക്രിയേറ്റഡ് ദ പ്രോബ്ലംസ്. എന്തൊരു മാനസികാവസ്ഥയിലാണോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ മാനസികാവസ്ഥയിൽ നിങ്ങളെക്കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂല. നമ്മൾ ചെയ്തത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടിയത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഇഫ് യു ഡു ആൾവേസ് വാട്ട് യു ഡൺ, യു വിൽ ഗെറ്റ് ആൾവേസ് വാട്ട് യു ഗോട്ട്. ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടിയത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ചെയ്യുന്നത് മാറ്റിയാൽ കിട്ടുന്നത് മാറും. ഇഫ് യു ചേഞ്ച് നത്തിങ് വിൽ ചേഞ്ച്. നിങ്ങൾ ഒരു മാറ്റം വരുത്തില്ലെങ്കിലോ ഒരു മാറ്റം വരില്ല ജീവിതത്തിൽ. ഓക്കെ, ഇതാണ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ ഡിവൈസിനെ കുറിച്ച് ഇതിൻ്റെ തേർഡ് പാർട്ടിൽ ഞാൻ വിശദീകരിക്കാം. തേർഡ് പാർട്ടിൽ അത് വിശദീകരിക്കും.